ഇന്നത്തെ ദിവസം മീനൊന്നും കിട്ടുന്നില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് ഫ്രിഡ്ജിനകത്ത് കുറച്ച് അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഇന്ന് അവിയൽ മാത്രമാക്കാം, വേറെ ഒന്നും ഇരിപ്പുണ്ടായിരുന്നില്ല, അവിയൽ മാത്രമായിട്ട് വെക്കാം എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഈ അവിയലിന് സംഭവമൊക്കെ അരിഞ്ഞിരുന്ന സമയത്താണ് ഇക്കാക്ക വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല ചെറിയ കക്കാർച്ചി ഉണ്ടല്ലോ, അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഉമ്മച്ചി കഴുകി വാരിയൊക്കെ തന്നപ്പോഴത്തേനും ഞാൻ പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും എല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചു. അപ്പോഴത്തേക്കിനും അവിയലിന് ഓൾറെഡി അരിഞ്ഞു പോയിട്ടോ. നോക്കുമ്പോൾ ഒരു ഉരുള് നിറച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അരിഞ്ഞത് ഞാൻ ഒരു കണ്ടെയ്നറിലാക്കി വെച്ചു. കാരണം നമുക്കിനി നാളെ എടുക്കാമല്ലോ, നാളെ അല്ലെങ്കിൽ നാളെ അവിയലാകുമ്പോഴത്തേക്കിനും ആവർത്തന വിരസത വരണ്ടാന്നും കരുതിയിട്ട് ഞാനത് എടുത്ത് കുറച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എണ്ണയൊക്കെ ഒന്ന് ഇതാക്കി കറിവേപ്പിലയൊക്കെ പൊട്ടിച്ച് അത് റെഡിയാക്കാൻ വെച്ചു. അപ്പോഴാണ് കേട്ടോ വറുക്കാനായിട്ടൊന്നുമില്ല, ഞാൻ കക്കാർച്ചി റോസ്റ്റ് ചെയ്യാനായിരുന്നേ. അപ്പോൾ ഓൾറെഡി ഞാൻ കുറച്ച് വഴുതനങ്ങ എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് മസാലയൊക്കെ പറ്റി അത് വെച്ചു. അത് വറുത്ത് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കറികളും അതേപോലെ വറുത്തതും എല്ലാം സെറ്റായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.